നമസ്കാരം. മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സീക്വൻസസ് ആൻഡ് സീരീസിലെ +1 കാർക്ക് എപ്പോഴും വരാറുള്ളതാണ്. ഞാൻ ഇന്ന് ക്വസ്റ്റൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസങ്ങൾ നമ്പറിലൊക്കെ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിലേക്ക് മിക്കവരും ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റന്റെ രീതി നോക്കിക്കേ. ദ nth ടേം ഓഫ് ദ GP 5 - 5/2 5/4 - 5/8 etc. is 5/1024. Then find the value of n. ഇനി ഈ ക്വസ്റ്റൻ മറ്റു രീതിയിൽ കൂടെ നമുക്ക് ചോദിക്കാം. വിച്ച് ടേം ഓഫ് ദ GP. ഇങ്ങനെ രണ്ട് രീതിയിൽ കൂടെ ക്വസ്റ്റൻ വരാം. ആൻസർ എല്ലാം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാ, ഇത് സെക്കൻഡ് ടൈമാ, ഇത് തേർഡ് ടൈം, ഇത് ഫോർത്ത് ടൈം. ഇങ്ങനെ എഴുതി വരുമ്പോൾ ഇയാളെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് ഇങ്ങനെ എഴുതി വരുമ്പോൾ ഈവൻ ഇതിനിടയ്ക്ക് എഴുതി വരും. നമ്മൾ ഫസ്റ്റ് എണ്ണി വരുമ്പോൾ അവൻ എത്രാമത്തെ ടൈം ആയിരിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ +2 ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. +2 ക്ലാസ്സും അതോടൊപ്പം തന്നെ എൻട്രൻസ് ക്ലാസ്സും ഉണ്ട്. രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസിന് നല്ല കൺസെഷൻ ഉണ്ട്. നമുക്ക് ട്രിക്സും ടിപ്സും മെറ്റീരിയൽസും എല്ലാം തന്നുള്ള ക്ലാസ് ആണ്. നിങ്ങൾ അങ്ങനെ പഠിക്കാനുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ +2 വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മീൻസ് പബ്ലിക് എക്സാം വരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ എൻട്രൻസുകളെല്ലാം മാക്സിമം നല്ല രീതിയിലുള്ള റാങ്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളും കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ GPയുടെ ഫസ്റ്റ് ടൈമും കോമൺ റേഷ്യോയും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം, A = 5 ഫസ്റ്റ് ടൈം. നെക്സ്റ്റ് കോമൺ റേഷ്യോ R = A2/A1. A2 എന്ന് പറഞ്ഞാൽ -5/2/5. ഇവിടെയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷനായി. എന്ത് ചെയ്ത് നോക്കിക്കേ, ഫ്രാക്ഷനെ ഇങ്ങനെ നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മളെ ഈ ടൈമിനെ ഈ ടൈം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ -5/2 ഒരു ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. അപ്പൊ -5/2 -5/2/5. അങ്ങനെ വരുമ്പോൾ ഇത് -5 ഈ രണ്ട് പേരോടങ്ങ് ചേരും 2 × 5 എന്നാവും കേട്ടോ. ഓക്കെ, അല്ല ഈ 5 മണ്ടയ്ക്കൊന്നും പോകുന്നില്ല, ഇവർ രണ്ട് പേരോടങ്ങ് ചേരും. അപ്പൊ ഈ 5ഉം 5 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ -1/2 ഇതാണ് നമ്മുടെ കോമൺ റേഷ്യോ. ഇതൊക്കെ പലർക്കും തെറ്റാൻ വളരെ സാധ്യതയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് AN = നമുക്ക് ചെക്ക് ചെയ്യേണ്ട ടൈം ഏതാ, 5/1024. അതിന് നമ്മൾ എന്ത് ടൈം എന്നെടുക്കണം. 5/1024 ടേക്കണം AN എന്ത് ടൈം. എന്നിട്ട് അതിന്റെ ഫോർമുല എന്തായിരുന്നു, AR⁻n - 1 = 5/1024. എന്ത് ടൈമിന്റെ ഫോർമുല AR⁻n-1. ഇനി ഇവിടെ ഈ എക്ക് നമ്മൾ 5 എന്ന് കൊടുക്കുക, ഈ ആറിന്റെ പ്ലേസിൽ -1/2 എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, 5 × -1/2n-1 = 5/1024. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. ഇനി സിംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ആൻസർ കിട്ടും. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കേ, ഈ നമുക്ക് വേണ്ടത് ഈ n ആണ് കേട്ടോ. ഈ ടൈമിനെ മാത്രമേ നെക്സ്റ്റ് എഴുതാവുള്ളൂ. ഈ 5നെ അപ്പുറത്ത് കൊണ്ടുപോകണേ. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നോക്കിക്കേ, -1/2n-1 = എന്ന് എഴുതുമ്പോൾ 5/1024/5 എന്ന് വരും. ഈ 5 കൊണ്ട് താഴോട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഓൾറെഡി 1024 താഴെയുണ്ട്. അപ്പോൾ ഈ 5ഉം കൂടി കേട്ടോ, ഈ 5ഉം കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവരുടെ കൂടെ എത്തും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഈ 5ഉം ഈ 5ഉം തമ്മിൽ വെട്ടിപ്പോളും. ആ പണി പ്രശ്നം ഇല്ലാതായി. ദാറ്റ് ഈസ് -1/2n-1 = 1/1024. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, 1/1024. ഇത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയാണ് നമ്മുടെ ബാക്കി സിംപ്ലിഫിക്കേഷൻ വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് -1/2n-1 = ഈ 1024 എന്നുള്ളതിനെ നമുക്ക് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ആദ്യം നമ്മള് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 2ന്റെ പവർ ആക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നോക്കണേ, 512. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, 2 5 6. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 128. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 64. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 32. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8. പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 അല്ലേ, 2. ഓക്കെ, എത്ര ടൈംസ് ഉണ്ട് നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ,
അപ്പൊ നമുക്ക് 1 ഈ 1024ന്റെ 2^10 എന്ന് നമുക്ക് എഴുതാം. ഇതുകൊണ്ടൊന്നും പ്രോബ്ലം തീർന്നില്ല. ഈ ക്വസ്റ്റ്യന്റെ ചെറിയൊരു കുഴപ്പം കിടക്കുന്നതുകൊണ്ടാണ് മറ്റൊരു പ്രശ്നം -1/2 ആണ് കേട്ടോ. അവനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2n-1 ഈസ് ഈക്വൽ ടു 1/210 നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2^10 എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം കേട്ടോ. കാരണം 1ന് നമുക്ക് ഏത് പവറും കൊടുക്കാം. അപ്പൊ ഈ 1ന് നമുക്ക് 1/10 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ 1/10/210 1/2^10. ഓക്കെ, രണ്ടിന്റെയും പവർ 10 ആകുമ്പോൾ അങ്ങനെ എഴുതാം കേട്ടോ. 1 ഏത് പവർ നമുക്ക് കൊടുക്കാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമുക്ക് ഒരു പ്രശ്നമുണ്ട് മോനെ. ഇവിടെ -1/2 ഇവിടെ വെറും 1/2. നമുക്ക് ഇങ്ങനെ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഈ റിസൾട്ട്. a⁻c = b⁻c. അങ്ങനെയാണെങ്കിൽ a = b. അതുപോലെ തിരിച്ച് മറ്റൊരു റിസൾട്ട് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നോക്കിക്കോണേ, a⁻n ഈസ് ഈക്വൽ ടു a⁻m. അങ്ങനെയാണെങ്കിൽ n = എത്ര എഴുതാം? m. a⁻n = n m. ബേസുകൾ ഈക്വൽ ആണെങ്കിൽ പവറുകൾ ഈക്വൽ ആയിരിക്കും. a⁻n = a⁻m then n = m. ഇവിടെ അതാണ്. ഇവിടെ കണ്ടോ, -1/2 ഇത് വെറും 1/2. ഇപ്പൊ നമുക്ക് രണ്ടും ഈക്വൽ അല്ല കണ്ടോ. ഇത് മൈനസും ഇത് പ്ലസിലുമാണ്. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കണം. ദാറ്റ് ഈസ് -1/2n-1 ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എന്ന് തോന്നുന്നു, ഇപ്പൊ 3/4 81 ആണ്. ശരി, 3/4 എത്ര? 81. അതുപോലെ -3/4 അതും 81 ആണ്. കാരണം പവർ ഈവൻ ആണെങ്കിൽ അകത്ത് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ആൻസർ എപ്പോഴും പോസിറ്റീവിലായിരിക്കും. ഒന്നുകൂടെ 3/4 ആണെങ്കിലും -3/4 ആണെങ്കിലും ഈക്വൽ ആണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 3/4 ഈസ് ഈക്വൽ ടു -3/4 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പവർ ഈവൻ ആണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. പവർ ഇവിടെ 5 ആണെങ്കിൽ ഇത് തെറ്റാണ്. അപ്പോൾ ഈവൻ ആണെങ്കിൽ നെഗറ്റീവ് കൊടുത്ത് എഴുതിയാലും കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ പവർ ഇപ്പോൾ 6 വന്നു, ഇവിടെയും പവർ 6 വന്നു. അങ്ങനെയാണെങ്കിൽ തമ്മിൽ എന്താന്ന് നമുക്ക് പറയാം? ഈക്വൽ എന്ന് പറയാം. ഇവിടെ ഞാൻ അതാണ് ചെയ്യുന്നത്. 1/210നെ -1/210 എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. രണ്ടിന്റെ വാല്യൂസുകൾ എന്താണ്? ഈക്വൽ. പവർ ഈവൻ ആയതുകൊണ്ടാണ് ഞാൻ 1/2നെ -1/2 എന്ന് മാറ്റി എഴുതിയാലും വാല്യൂ വ്യത്യാസം വരാത്തത്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ലെഫ്റ്റ് -1/2 റൈറ്റ് -1/2 ബേസുകൾ ഈക്വൽ ആയി. അപ്പൊ പവറുകൾ തമ്മിൽ ഈക്വൽ ചെയ്യുമ്പോൾ n-1 ഈസ് ഈക്വൽ ടു 10. therefore n = 10 + 1. ആൻസർ ഈസ് 11. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 11ാമത്തെ ടേം ആണ് 5/1024 എന്ന് അർത്ഥം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ എക്സാമിന് ഉറപ്പായിട്ടും വരും. ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോയാലും നമ്പർ മാറി കഴിഞ്ഞു വന്നാൽ പല കുട്ടികൾക്കും പ്രശ്നമാകും. ഇത് തന്നെ വന്നാൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊന്നും മാറി വന്നാൽ അതിനെ മാറ്റി എഴുതാനുള്ള ഒരു കഴിവ് ഇത്തിരി ഒന്ന് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ +2 ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.